ഹായ്. ഹായ്. നമ്മൾ ഒരുപാട് ട്രെയിനിങ് മേഖല ഉള്ളതാണ് സെയിൽസ്. എങ്ങനെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കോടീശ്വരനായ സെയിൽസ്മാൻ ആകാം എന്നൊക്കെ ഉള്ള ഒരുപാട് സംഗതികൾ നമ്മളിങ്ങനെ ആഡൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സാറിൻ്റെ ക്യാപ്ഷൻ പോകുന്നത്. സെയിൽസിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അവിടെ നിൽക്കുന്ന സെയിൽസ്മാനിലേക്കാളും ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ വരുന്ന മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് പൊതുവേ പറയാറുള്ളത്. എന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം? ഒരിക്കലും ഒരു സെയിൽസ്മാൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കരുത്, ഒരു സർവീസ് വിൽക്കരുത്. അയാളുടെ പേര് സെയിൽസ്മാൻ ആണെങ്കിൽ പോലും അയാൾ ചെയ്യേണ്ട പണി അതല്ല. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്ന ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനല്ല അയാൾ വരുന്നത്. അയാളുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനോ, അയാളുടെ ഒരു ആവശ്യം സാധിക്കാനോ, അയാളുടെ ഒരു ആഗ്രഹം സാധിക്കാനോ വേണ്ടിയായിരിക്കാം അവിടെ വരുന്നത്. അയാൾക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് വെച്ച് നീട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അയാളുടെ ആവശ്യം നമ്മളെ പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുമെന്നുള്ള ബോധ്യം അയാൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാളൊരു സംതൃപ്തനായ കസ്റ്റമർ ആവുന്നത്. അതിന് ഈ വിൽക്കുന്ന ആൾ എൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നു, എൻ്റെ ആഗ്രഹത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇയാളെ കൊണ്ടും ഇയാളുടെ പ്രൊഡക്റ്റിനെ കൊണ്ടും സാധിക്കുമെന്ന വിശ്വാസം ഈ കസ്റ്റമറിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാൾ ബൈ ചെയ്യുന്നത്. ഇതിന് വളരെ സിമ്പിളായൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നമ്മളൊരു ഹോസ്പിറ്റൽ എടുത്തു നോക്കൂ. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ബിസിനസ്? മെഡിസിൻ ആണോ, ലാബാണോ, സർജറി ആണോ? അവിടെ വരുന്ന ഒരാൾ സർജറി വാങ്ങാനോ, മെഡിസിൻ വാങ്ങാനോ, അല്ലെങ്കിൽ ലാബിലെ പരിശോധനകൾ വാങ്ങിക്കാനോ അല്ല വരുന്നത്. അവിടെ വരുന്ന മനുഷ്യൻ അയാളുടെ ഒരു ആരോഗ്യ പ്രശ്നവുമായിട്ടാണ് വരുന്നത്. അയാളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ് വരുന്നത്. അയാൾക്ക് രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സുഖപ്രാപ്തി തേടിയിട്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിസ്റ്റം ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പരിപാടിയുടെ പേരാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും കടന്നു വരുന്ന ഒരു കസ്റ്റമറുടെ ആവശ്യത്തെ ആണ് നമ്മൾ കാണേണ്ടത്. അത് കാണാനുള്ള കണ്ണ് നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായി നടക്കുന്നൊരു പരിപാടിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അതിന് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സെയിൽസ്മാനെ കൊണ്ട് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ആലോചിക്കുന്നത് ഈ കടന്നു വരുന്ന ആളുടെ പോക്കറ്റിലുള്ള പൈസ എങ്ങനെ എൻ്റെ മേശക്കകത്താക്കുക എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ. ഈ മനുഷ്യൻ്റെ പ്രോബ്ലം എന്താണ്, ഇയാളുടെ ആവശ്യം എന്താണ്, അയാളുടെ ആഗ്രഹം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു കണ്ണും കാതും ഈ സെയിൽസ് ടീമിന് ഇല്ലാതാവുകയല്ലേ. അപ്പോൾ ഈ നിലക്ക് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ട്രെയിനിങ് നമ്മളെ സെയിൽസ് ടീമിന് കിട്ടിയാൽ മാത്രമേ ഈ പരിപാടി വിജയകരമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കൂ. അതിലെനിക്ക് തോന്നുന്നു ഈ ഹോട്ടലുകളിൽ ടിപ്പ് കൊടുക്കുന്നത് ഏറ്റവും ചിലപ്പം ഫുഡൊക്കെ നൽകുന്നുണ്ടാകും, പക്ഷെ നമുക്ക് നൽകിയ ചിരിയുടെ അളവിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ടിപ്സ് കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വരുമ്പം കാണിച്ചൊരു വെൽക്കമിങ്ങിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ കൂടുതലും ടിപ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളെ ഒന്ന് പരിഗണിക്കുക, അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുന്ന ആ ഒരു അവസ്ഥയെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പോക്കറ്റുള്ള മണി അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ ഉണ്ടാകും. ഈ സെയിൽസ്മാന് കൊണ്ട് നമുക്ക് ഇത്തരം ഈ മനുഷ്യനെ മനസ്സിലാക്കിപ്പിച്ചെടുക്കാനുള്ള എന്തെല്ലാം കഴിവുകളായിരിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം സ്കില്ലുകളാണ് ഒരു ബേസിക്കായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടത്? ഇത് ഒരു എന്ത് സ്കില്ലാണ് ഒരു സെയിൽസ്മാൻ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ ഉണ്ടാവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മളതിനെ വലിയ പ്രൊഫഷണൽ ജാർഗൺസ് ഒന്നും ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടതില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ബന്ധങ്ങളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ ഉണ്ടായാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടു. നിങ്ങൾ പോയി ഡോറ് തുറന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ഒരു പോസ്റ്റ്മാനാണ്. ആ പോസ്റ്റ്മാനോട് നമ്മൾ എന്ത് സമീപനമായിരിക്കും? അയാൾ എന്തിനാണ് വന്നത്? അയാളെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പടി കടത്തുകയേ ഇല്ല. അയാളെ പുറത്തവിടെ നിർത്തും. അയാൾ എന്തിനാണോ വന്നത്, ആ പാർസൽ എന്താണോ, ആ എൻവലപ്പ് എന്താണോ, അത് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതേസമയം നിങ്ങൾ ഡോറ് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, നിങ്ങളുടെ ഒരു ബന്ധുവാണ്, നിങ്ങളുടെ ഒരു സുഹൃത്താണ്. അയാളെ നിങ്ങൾ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക? അയാളെ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ണുകളിൽ തെളിയുന്ന വെളിച്ചം എന്തായിരിക്കും? നിങ്ങളുടെ മുഖത്ത് കാണുന്ന ചിരി, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, അതൊക്കെ നിങ്ങളറിയാതെ അത്ര ഊഷ്മളമായ മറ്റൊരു മനുഷ്യനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ശരീരഭാഷ നിങ്ങളിൽ ഉണ്ടാകുന്നില്ലേ? അത് ആ മനുഷ്യന് കൊടുക്കുന്ന പരിഗണന, അത് അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന തണുപ്പ്, അയാൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത, അതെത്ര വലുതാണ്. ഈ നിലക്ക് തന്നെയാണ് ഒരു കസ്റ്റമറെ നമ്മൾ വെൽക്കം ചെയ്യേണ്ടത്. കാരണം അയാൾ കടന്നു വരുന്നത് പ്രൊഡക്റ്റ് വാങ്ങാനല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്നൊരു അതിഥിയെ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു, അത്ര ഊഷ്മളതയോടെ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന വല്ലാത്തൊരു സുഖമുണ്ട്. കാരണം മനുഷ്യർ ഓരോരുത്തരും
നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ധാരാളം സ്ട്രെസ്സിലൂടെയും പ്രയാസങ്ങളിലൂടെയും അവഗണനകളിലൂടെയും തിരസ്കാരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന പലപ്പോഴും എന്താണെന്നറിയോ? എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ കേൾക്കുന്നില്ല, എന്നെ കാണുന്നില്ല, എന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതായിരിക്കും. ഈ പ്രയാസത്തോടെയാണ് ഓരോ മനുഷ്യനും ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഷോപ്പിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ലഭിക്കുന്നത് ഈ അവഗണനയാണെങ്കിലോ, അവിടെയും ഈ കിട്ടാതെ പോകുന്നത് ഈ ശ്രദ്ധക്കുറവും പരിഗണനയുമാണെന്നുണ്ടെങ്കിലോ, അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു റിജക്ഷൻ വർക്ക് ചെയ്യും. പിന്നെ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കസ്റ്റമർക്ക് നമ്മളിലൊരു വിശ്വാസമില്ലാതായി പോകും. അതിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകും. ഒരു 10 രൂപയുടെ ചായ കുടിക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ടേസ്റ്റ് ഒന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ടേസ്റ്റിനനുസരിച്ചുള്ള ചായ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് റെഡിയാണ്. നമ്മൾ പറയുക പോലും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മളൊരു വലിയൊരു ചില ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളത് ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ വലിയ വലിയ ടെക്സ്റ്റൈലിലൊക്കെ കാണാറുണ്ട്. ബേസിക്കലി എനിക്കത് കണക്റ്റ് ആവാറില്ല. അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ വന്നൊരു പർപ്പസ് ഉണ്ടാവും. ആദ്യം ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഇരുന്ന് വെൽക്കം ചെയ്തിട്ടൊക്കെ നമുക്ക് സാധനങ്ങൾ കണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ചില സ്ഥലത്ത് ഇങ്ങനെ നിഷേധിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ പരിഗണന എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതെ അതെ, ഈ മനുഷ്യരെല്ലാവരും ഈ അർത്ഥത്തിൽ ഒരു സ്നേഹം ക്രേവ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റേതായ ഒരു ശരീരഭാഷ, സ്നേഹത്തിൻ്റേതായ ഒരു നോട്ടം, ഒരു ഭാവം, അത് കാണുമ്പോഴേക്ക് നമ്മളെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുന്നുണ്ട്. ഇതില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മനുഷ്യർ ഇങ്ങനെ ആളുകളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റം ഒന്നുകിൽ ഒരു ഫൈറ്റ് മോഡിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരിക്കും. നമ്മൾ ആരെ വിശ്വസിക്കണം, ആരെ മനസ്സിലാക്കണം, ആരാണ് എന്നെ പരിഗണിക്കുന്നത്, ഈസ് ഇറ്റ് എ റൈറ്റ് പ്ലേസ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുന്നത്. അതേസമയം നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ഒരു ജെസ്റ്റർ കാണുമ്പോഴേക്ക് നമ്മളെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നിലുള്ള ആളെ നമുക്ക് നന്നായി വിശ്വസിക്കാൻ പറ്റുന്നു. ഈ വിശ്വാസം നമ്മളുമായിട്ടൊരു കസ്റ്റമർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാൾ വാങ്ങാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നമ്മളടുത്തുനിന്ന് വാങ്ങിക്കും. അതേസമയം ഈ കസ്റ്റമറെ നമ്മളൊരു അപരിചിതനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മളെ വീട്ടിലേക്ക് വന്നൊരു പോസ്റ്റ്മാനെ വേഗം പറഞ്ഞയക്കാനുള്ള വ്യഗ്രതയോട് കൂടിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ കസ്റ്റമറെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ഈ വിശ്വാസം രൂപപ്പെടില്ല. ഒരു ട്രാൻസാക്ഷൻ മാത്രമായിട്ട് അതവിടെ നിലനിൽക്കും, ഒരു റിലേഷൻഷിപ്പായിട്ട് മാറൂല. അപ്പോൾ ഈ നിലക്ക് ഉള്ള ഒരാളെ, ഈ നിലക്കുള്ള ഒരു ബന്ധം നമ്മളായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല ബിസിനസ്സിനും കസ്റ്റമേഴ്സ് ഇല്ല, അവർക്കുള്ളത് ബയേഴ്സാണ്. എന്താണ് ഒരു ബയറും കസ്റ്റമറും തമ്മിലുള്ള വ്യത്യാസം? അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഒരു കാറ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചതാണെന്ന് കരുതുക. നമ്മൾ OLXലോ കാർ 24ലോ ഒക്കെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വിളിച്ചു, അപ്പോൾ നമ്മൾ പറയാം നമ്മളെ കാറിനൊരു ബയർ വന്നിട്ടുണ്ടെന്നാണ്, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറയില്ലല്ലോ. എന്തുകൊണ്ടാണത് അങ്ങനെ പറയാത്തത്? അയാൾ ഇന്ന് വന്നു, ഏതോ ഒരു മനുഷ്യൻ വന്നു, നമ്മളായിട്ട് കാറിൻ്റെ വില സംസാരിക്കുന്നു, അയാൾക്കും നമുക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ വാങ്ങി തിരിച്ചു പോകുന്നു. ഇനി ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അയാളെ കാണുകയേ ഉണ്ടാവില്ല, കണ്ടാൽ പോലും ചിലപ്പോൾ നമുക്ക് പരിചയം പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന ഒരാളെയാണ് നമ്മൾ ബയർ എന്ന് വിളിക്കുന്നത്. പക്ഷേ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ്. കസ്റ്റം എന്ന വാക്കിൽ നിന്നാണ് കസ്റ്റമർ ഉണ്ടായത്. കസ്റ്റം എന്ന വാക്കിനർത്ഥം ഹാബിറ്റ് എന്നാണ്. ഇവിടെ വരിക എന്നുള്ളത് അയാളുടെ ശീലമാണ്, നമ്മളെ തേടി വരിക എന്നുള്ളത് അയാളുടെ ഒരു സുഖമാണ്. അങ്ങനെയുള്ള മനുഷ്യനെയാണ് കസ്റ്റമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരാൻ ഒരു കസ്റ്റമർക്ക് എന്താണ് നമ്മളിലുള്ളത്? എന്ത് ഇമോഷണൽ റീസണാണ് അയാൾക്ക് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരാനുള്ളത്? പ്രൊഡക്റ്റ് പലയിടത്തും കിട്ടുമല്ലോ, നിങ്ങൾ ഈ വിൽക്കുന്ന ഈ പ്രൊഡക്റ്റ്, ഈ സർവീസ് പല സ്ഥാപനങ്ങളിലും കിട്ടുമല്ലോ. പക്ഷെ നിങ്ങളിലേക്ക് തന്നെ അയാൾ ആവർത്തിച്ച് വരണം എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഇമോഷണൽ റീസൺ അവിടെ ഉണ്ടാവണം. പലപ്പോഴും മനുഷ്യർ ഈ ബൈ ചെയ്യുന്നത്, പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് അത്ര ലോജിക്കലി ആലോചിച്ചിട്ടൊന്നുമല്ല. വളരെ കുറഞ്ഞ ആളുകളാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും നോക്കിയിട്ട് വാങ്ങിക്കുന്നവർ. ഭൂരിപക്ഷം മനുഷ്യരും ഒരു ഇമോഷണൽ റീസൺ കൊണ്ടാണ് വാങ്ങിക്കുക. ആ റീസൺ എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടൊക്കെയാണ് അവരിത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മനുഷ്യർ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം പിന്നെ അതിനെ
ഇൻ്റലക്ച്വലി ന്യായീകരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തോളൂ, ഐഫോൺ പുതിയ വേർഷൻ ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ ആളുകൾ പ്രീ ബുക്കിംഗ് നടത്തിയിട്ട് ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്? വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അവർക്ക് അറിയാൻ പറ്റുന്നത്. അതിനു മുമ്പേ അവരിത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ആ പ്രൊഡക്റ്റിൽ ഇമോഷണലി കണക്റ്റഡ് ആണ്, ഇമോഷണലി അവരതിൽ ഇൻവെസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അവർ വാങ്ങുന്നത്. അപ്പം അവിടെ അത് ഒരു കസ്റ്റമർ പോലുമല്ല, അവരായിക്കൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ പോലുമല്ല, അവർ ആ പ്രൊഡക്റ്റിൻ്റെ ഫാനാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് കസ്റ്റമേഴ്സിനെ പോലുമല്ല, ഫാൻ ആണ് വേണ്ടത്. എന്താണ് കസ്റ്റമറും ഫാനും തമ്മിലുള്ള വ്യത്യാസം? ഫാൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഫാൻഡം പറയാറുള്ളത് സെലിബ്രിറ്റീസിനാണ്, സിനിമാ നടന്മാർക്കൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പലപ്പോഴും കരുതും, ഇപ്പോൾ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ രാവിലത്തെ മോർണിംഗ് ഷോക്കൊക്കെ 5:30 മണിക്കോ 6 മണിക്കോ ഒക്കെ ഉള്ള ഷോക്കൊക്കെ ഫാൻ ഷോകളായിരിക്കും. അത് തിയേറ്റർ ഹൗസ്ഫുൾ ആയിരിക്കും. ഈ നടന്മാരുടെ വലിയ കട്ടൗട്ടിലൊക്കെ ഇവർ പാലഭിഷേകം നടത്തുന്നതൊക്കെ നമ്മൾ കാണും. അത് കാണുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവന്മാർക്ക് വട്ടാണെന്ന്. അതെ, വട്ട് തന്നെയാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അവർക്ക് വട്ടാണെന്ന് പറയുന്നത്? അവർ ഈ സെലിബ്രിറ്റിയിൽ, ഈ നായക നടനിൽ, അയാൾ ഈ ലോകത്തിന് കൊടുക്കുന്ന വാല്യൂവിൽ, അയാളുടെ കോൺട്രിബ്യൂഷനിൽ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണ്. അവർക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. അവർ ബിലീവേഴ്സാണ്. അവർ അടിയുറച്ച് വിശ്വസിക്കുകയാണ് അതിൽ ചെയ്യുന്നത്. എന്തുകൊണ്ട്? അത് അവരാരുടെയാണോ ഫാനായിരിക്കുന്നത് അയാൾ ഡിസെമിനേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂവിൽ ഇവർ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടാണ്. ചില പ്രൊഡക്റ്റുകൾ അങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഐഫോണിന് കസ്റ്റമേഴ്സ് ഇല്ല, ഐഫോണിനുള്ളത് ഫാനാണ്. ഹാർലി ഡേവിഡ്സന് കസ്റ്റമേഴ്സ് അല്ല, ഫാനാണുള്ളത്. താറിനുള്ളത് ഫാനാണുള്ളത്. ഇമോഷണൽ റീസൺ കൊണ്ട് മാത്രമാണ് ആളുകൾ അത് വാങ്ങുന്നത്. അങ്ങനെ ഇമോഷണൽ റീസൺ കൊണ്ട് ആളുകൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ അത് സെയിൽ ചെയ്യുന്ന കമ്പനിയിൽ, സെയിൽ ചെയ്യുന്ന മനുഷ്യരിൽ ഇവർക്ക് ട്രസ്റ്റ് ഉണ്ടാവണം. ആ നിലയ്ക്ക് ട്രസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കടന്നു വരുന്ന കസ്റ്റമറെ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. നമ്മളൊരാളെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യനിലുണ്ടാവുന്നൊരു പ്രതികരണമാണ് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതെ, നിങ്ങൾ ഒരു ക്യൂവിൽ നിൽക്കുകയാണെന്ന് കരുതുക. ക്യൂവിൽ നിൽക്കുമ്പോൾ ബാക്കിലുള്ള ഒരാൾ നിങ്ങളെ മെല്ലെ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അറിയാതെ നിങ്ങളുടെ ബോഡി, നിങ്ങൾ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡി അയാളെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങളിങ്ങനെ മസിൽ പിടിച്ചായിരിക്കും നിൽക്കുന്നത്. ഇത് ഒരു സ്വാഭാവികമായ മനുഷ്യൻ്റെ പ്രകൃതമാണ് റെസിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ കയറി വരുന്ന ഒരു കസ്റ്റമറെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നതോട് കൂടിയിട്ട് അയാൾ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു, അയാൾ അകന്നു. ഇനി അയാൾ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യത കുറയാണ് ചെയ്യുന്നത്. അയാൾ എന്താണോ വാങ്ങിക്കാൻ വന്നത് അതിൻ്റെ പകുതിയെ അയാൾ വാങ്ങിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ ഈ മനുഷ്യനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യൂരിയസ് ആയിട്ട് അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ അറിയാതെ നമ്മളിൽ വിശ്വാസം ഉണ്ടാവുകയും എന്ത് വാങ്ങിക്കാനാണോ വന്നത് അതിലിരട്ടി വാങ്ങിച്ചു പോവുകയും ചെയ്യും. ഈ മംഗലാപുരത്ത് മച്ചിലി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതായത് ഇപ്പോഴും നല്ല സെയിൽ നടക്കുന്ന, ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ കുറേ മനുഷ്യന്മാരാണ് അവിടെ ഇത് മുഴുവൻ കൈകാര്യം ചെയ്തത്. അപ്പോൾ അവർ ഓർഡർ എടുക്കുന്ന പോലും സ്ലിപ്പിൽ എഴുതുന്നു, എന്നിട്ട് അത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഭയങ്കരമായ ക്യൂ ആയിരിക്കും. പക്ഷെ അവിടെ ആള് റഷ് ചെയ്യുന്നില്ല. അവിടെ ഗേറ്റിൻ്റെ അവിടെ ഒരാളുണ്ടാവും. ആൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, പേര് വിളിക്കും, കയറ്റി വിടും. പക്ഷെ അവിടെ ക്യൂ നിൽക്കണ്ട, അവിടെ ഇരിക്കാൻ കുറേ സ്പേസ് ഉണ്ട്. അവിടെ വന്നിരുന്ന് അവർക്ക് വർത്താനം പറയാം. ഇദ്ദേഹം ആ ഓർഡർ തെറ്റിക്കാൻ ഒരാളെ സമ്മതിക്കുകയില്ല. ഓർഡർ വന്ന പ്രയോറിറ്റിയിൽ വിളിക്കുകയുണ്ടാവും. അപ്പോൾ അവിടെ നമുക്കൊരു പ്രയോറിറ്റിയും നമുക്കൊരു പരിഗണനയും കിട്ടുന്ന ഒരു വിശ്വാസം അവിടെ ഉള്ളത് കൊണ്ട് ഞാനൊക്കെ ഒരുക്ക പോയിട്ട് ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് പുറത്ത് നിന്നിട്ടുണ്ട്. കാത്തിക്കുന്നതിന് ഒരു വിഷമം കിട്ടുന്നില്ല. അത് ഒറ്റ കാര്യം അവർ ചെയ്തിട്ടുള്ളൂ, ഈ ക്യൂല് നിർത്തുന്നതിന് പകരം ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു. പിന്നെ അവിടെ നിൽക്കുന്ന മനുഷ്യരിൽ നമുക്കൊരു ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് ആയിരുന്നു. പക്ഷെ അവിടെ വെയിറ്റ് ചെയ്തു. അകത്ത് കയറിയിട്ട് ഓർഡർ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ നടക്കുന്നതൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഈ ചില ഷോപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ അടുത്താൾ വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് അവിടെ വെച്ചിട്ട് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ കൂടുതൽ സെയിൽസ് നടക്കണമെങ്കിൽ ഇപ്പം പറഞ്ഞതുപോലെ മനുഷ്യരെ കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവേ ഇത് ട്രെയിനിങ് മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സെയിൽസ് ടീമിനെ നമുക്ക് എങ്ങനെ എംപവർ ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും? നമ്മൾ നാട്ടിൽ നടക്കുന്ന ടിപ്പിക്കലായിട്ടുള്ള സെയിൽസ് ട്രെയിനിങ്ങുകൾ എടുത്ത് നോക്കൂ. അതിൽ മുഴുവനും സെയിൽസ് ടിപ്പുകളായിരിക്കും, സെയിൽസ് ടെക്നിക്കുകളായിരിക്കും. അപ് സെല്ലിങ്, ക്രോസ് സെല്ലിങ് എന്നൊക്കെ പറഞ്ഞ്
എങ്ങനെ ഈ കസ്റ്റമറുടെ പോക്കറ്റിലിരിക്കുന്ന പണം നമ്മുടെ പെട്ടിയിലാക്കാം എന്നുള്ള ചിന്ത മാത്രമാണ് ട്രെയിനിങ്ങുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു സെയിൽസ്മാനെ ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിട്ടേക്കും. സെയിൽസിനെ പറ്റിയുള്ള ചർച്ച തന്നെ വിട്ടേക്കും. ഇനി നമുക്ക് അവിടെ വേണ്ടത് മനുഷ്യരായിട്ട് എങ്ങനെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാം, മനുഷ്യരായിട്ട് എങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. ഒരു ഉദാഹരണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരാളെ കേൾക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്. നമ്മൾ എഴുതും കേൾക്കാൻ എന്താണ് ഇത്രയും പഠിക്കാനുള്ളത്, 2 ചെവി ഉണ്ടെങ്കിൽ ആർക്കും കേൾക്കാലോ. അങ്ങനെയല്ല. മനുഷ്യരനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകളിലൊന്ന് എന്നെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, എന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഈ വേദനയും പേറിയാണ് ഓരോ മനുഷ്യനും ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വൈകാരികമായ പ്രയാസങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കടന്നു വരുന്ന ഒരു കസ്റ്റമറെ, അയാൾ ഇവിടെ വരുന്നത് അയാളെ കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാരെങ്കിലും മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടൊന്നുമല്ല അയാൾ നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്നത്. പക്ഷേ അയാളുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇമോഷണലായ പ്രയാസം എന്താണോ ആ പ്രയാസം തന്നെയാണ് ഇവിടെ വന്നാൽ അയാൾ അനുഭവിക്കുന്നതെങ്കിലോ അയാൾ ഈ സ്പേസ് വിട്ടുപോകൂലേ. അപ്പോൾ ഒരു മനുഷ്യനെ കേൾക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് കേൾക്കേണ്ടത്? നമ്മൾ കരുതുന്നത് 2 ചെവി ഉണ്ടായാൽ കേൾക്കാൻ പറ്റുന്നതാണ്. ഒരു മനുഷ്യനെ ഹൃദയം കൊണ്ട് കേൾക്കാൻ സാധിക്കണം, ഹോൾ ബോഡി കൊണ്ട് കേൾക്കാൻ സാധിക്കണം. ഒരാളെ നമുക്ക് കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റും, ഒരാളെ നമുക്ക് നമ്മളെ മുഖം കൊണ്ട് കേൾക്കാൻ പറ്റും, നമ്മളെ ഷോൾഡർ കൊണ്ട് കേൾക്കാൻ പറ്റും, നമ്മളെ ഹോൾ ബോഡി കൊണ്ട് ഒരാളെ കേൾക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് അതീവ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി ലാംഗ്വേജ് അറിയാതെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യൂലേ. അയാൾ പറയുന്ന കാര്യത്തോട് നമുക്ക് എന്തെങ്കിലും ഒരു വിയോജിപ്പോ അനിഷ്ടമോ ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മളെ ബോഡി ഷിഫ്റ്റ് ചെയ്യൂലേ. ഇപ്പം നമ്മൾ 2 പേരും ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാനൊന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ ബോഡി വെറുതെ ചെയ്യുന്നതല്ല, ഇറ്റ്സ് എ മെസ്സേജ്. എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഈ പറയുന്ന കാര്യം എനിക്കത്ര അങ്ങ് സ്വീകാര്യമല്ല, എനിക്ക് അത്ര സുഖം തരുന്നൊരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ മനുഷ്യനെ നന്നായി കേൾക്കാൻ സാധിക്കും. ഒരാളെ നമ്മൾ അതീവ താല്പര്യത്തോടെയാണ് കേൾക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകും. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ മൗനം കൊണ്ടൊരു മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കും, അയാളെ നമ്മൾ മനസ്സിലാക്കും. ഇത് ഒരു ടെക്നിക്കല്ല, ഇതൊരു ടിപ്സ് അല്ല, ഇതൊരു ജീവിത രീതിയാണ്. ഇത് സെയിൽസിൽ മാത്രം നടപ്പിലാക്കേണ്ട ഒരു കാര്യമല്ല, റിലേഷൻഷിപ്പിൽ ഉണ്ടാവേണ്ടതാണ്. ഇതിനൊരു മനുഷ്യനെ നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സജ്ജീകരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻഷ്യലായ ചില രീതികൾ ഉണ്ടാവണം. നമുക്കിങ്ങനെ പവർ പോയിൻറ്റ് സ്ലൈഡിൽ 4 കേൾക്കുന്നതിൻ്റെ 4 ടിപ്സുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ഇപ്പം അന്ന് ഒരു മനുഷ്യനെ കേൾക്കുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കൂലല്ലോ. അത് മാത്രമല്ല, ആ പഠിച്ചു വെച്ച ടിപ്സ് അനുസരിച്ച് ഒരാളെ കേൾക്കാൻ, അത് ഒരാളെ കേൾക്കുമ്പോൾ മുന്നോട്ട് ലീൻ ചെയ്യണമെന്നാണ് ഞാൻ പഠിച്ചത്. അത് വെച്ചിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തൊരു അസ്വാഭാവികതയും അരോചകവും ആയിരിക്കും. പക്ഷേ കേൾക്കുക എന്ന് പറയുന്ന സ്വാഭാവികമായൊരു പ്രോസസ്സ് നമ്മളെ ശരീരത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടെങ്കിലോ സിമ്പിളായിരിക്കും, അത് വളരെ സിമ്പിളായിരിക്കും, അത് സാധ്യമാവും. എക്സ്പീരിയൻഷ്യലായ സെയിൽസ് ട്രെയിനിങ്ങുകളിലൂടെ അത് സാധ്യമാവും. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും സ്ലോ ഡൗൺ ചെയ്യാനും മറ്റൊരു മനുഷ്യനെ കേൾക്കാനും അയാളോട് ഇമോഷണലി കണക്ട് ചെയ്യാനും ഹൃദയം കൊണ്ട് അയാളോട് ചേർന്ന് നിൽക്കാനും ഒരു സെയിൽസ്മാനെ തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ തയ്യാറെടുത്തൊരു സെയിൽസ്മാൻ അയാൾ നിൽക്കുമ്പോഴേക്ക് സെയിൽസ് എന്ന് പറയുന്ന പരിപാടി അയാളുടെ പ്രസൻസ് കൊണ്ട് സ്വാഭാവികമായി സംഭവിച്ചിട്ടുണ്ടാവും. അയാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു മനുഷ്യനുമാവും. അയാളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ സെയിൽസ്മാന് അയാളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയും അവിടെ നിന്ന് അയാൾ ഈ വിധം ട്രെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ വീട്ടിൽ പോകുമ്പോൾ അയാളുടെ ഭാര്യ അത് തിരിച്ചറിയും, അയാളുടെ മക്കളത് തിരിച്ചറിയും, അയാളുടെ പാരൻസ് അത് തിരിച്ചറിയും, ഈ മനുഷ്യന് വന്ന മാറ്റം. അപ്പോൾ അവർ പറയില്ലേ, നിങ്ങളിനി ഈ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് പോകണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയില്ലേ. അപ്പോൾ ശരിക്ക് ബിസിനസ് സംരംഭകർ ചെയ്യേണ്ടത് കുറേ ഫാൻസുള്ള സെയിൽസ്മാൻമാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ് നടക്കാനുള്ള ഏറ്റവും വലിയ ഒരുപാട് കാരണം മൗത്ത് പബ്ലിസിറ്റിയുടെ കൂടി മാർക്കറ്റിംഗ് അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. ഇന്നാളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചില ബസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ,
ഈ ബസ് ഡ്രൈവേഴ്സിനും ബസ്സിലെ പിന്നെ വർക്കേഴ്സിനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പവർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇവരിങ്ങനെ കസ്റ്റമേഴ്സിനെ വിളിച്ച് കയറ്റുമ്പോൾ ആ ബസ് കാത്തു നിൽക്കും. വേറെ 2 ബസ് പോയാലും നമ്മൾ ആ ബസ് കാത്തു നിൽക്കുന്ന കുറേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സെയിൽസ് കൂട്ടാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായതും ബിസിനസ് സംരംഭകരോട് പറയേണ്ടത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഫാൻസ് ഉള്ള സെയിൽസ്മാൻമാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ലൊരു സൊല്യൂഷൻ ആയിട്ടുള്ളത് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഈ സെയിൽസ് ടീമിനെ എംപവർ ചെയ്തതിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിലുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ധാരാളം എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് നമ്മുടെ ഒരു ഗാർഡൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രോഗ്രാംസ് ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ സെയിൽസ്മാൻസിനും മാനേജേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടി ഒരു ടിപ്പിക്കൽ കോർപ്പറേറ്റ് ട്രെയിനിങ് അല്ല. അതിൽ കുറേ തിയറീസോ കോൺസെപ്റ്റുകളോ ഒന്നും പഠിക്കാനില്ല. ഒരു ട്രെയിനർ സെൻറ്റേഡ് പരിപാടി പോലും അല്ല. അതിൽ നിങ്ങൾ പുറത്തുനിന്ന് ഒരാൾ വന്നു നോക്കിയാൽ കാണാവുന്ന ഒരു കാഴ്ച മനുഷ്യരിങ്ങനെ കൂടിയിരിക്കുന്നതും അവർ സ്ലോ ഡൗൺ ചെയ്യുന്നതും അവനവനുമായിട്ടും കൂടെയുള്ള മനുഷ്യരായിട്ട് കണക്ട് ചെയ്യുന്നതും സ്നേഹം പങ്കിടുന്നതും കഥകൾ പറയുന്നതും കേൾക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളിലൂടെ അവരിങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുക. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യരെ കാം ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, സ്ലോ ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അവനവനുമായിട്ട് കണക്ട് ചെയ്യുക, ചുറ്റുമുള്ള ലോകത്തെ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ വെയ്റ്റ്ലെസ് ആയ മനുഷ്യരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ പരിപാടി. ഇത് എന്തിനാണ് ഒരു സെയിൽസ് ടീമിൽ ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ടീമിനെ മീറ്റ് ചെയ്യണം. ഇതേ ടീമിനെ തന്നെ അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി മീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ട്രെയിനിങ്ങും കണ്ടിന്യൂസ് ആയ ട്രെയിനിങ് ആയതുകൊണ്ട് ട്രെയിനിങ് കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ നടന്ന ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാൻ പറയും. ആ സമയത്ത് ഒരു സെയിൽസ്മാൻ പറഞ്ഞത് അയാൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു അനുഭവം, അയാളുടെ ഷോപ്പിൽ ഒരു ദിവസം ഒരു കസ്റ്റമർ വന്നു. അയാൾ ഒരു അപ്പുറത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാൾ വന്ന് ഒരു ചെറിയ പ്രൊഡക്റ്റ് വാങ്ങി തിരിച്ചു പോയി. പിന്നെ അയാൾ കാണുന്നത് അടുത്ത ഒരു 2 ആഴ്ചയിൽ അതേ സ്ഥാപനത്തിൽ നിന്നുള്ള പല എംപ്ലോയീസും ഇവിടെ വന്നിട്ട് ധാരാളം പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നതാണ്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് അത് സാധിച്ചത്? ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ വന്നു, അയാളെ തുടർന്ന് ഇങ്ങനെ ഘോഷയാത്ര പോലെ അടുത്ത ആൾക്കാർ ഈ സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ എന്ത് മാജിക്കാണ് കാണിച്ചതെന്ന് അയാളോട് ചോദിച്ചു. അപ്പം അയാൾ പറയുന്നത്, അയാൾ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത ഒരു കാര്യം, ഈ ആദ്യം വന്ന ആൾ ഒരു ചെറിയ പ്രൊഡക്റ്റ് വാങ്ങി തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മെല്ലെ അയാളുടെ കൂടെ കൗണ്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അയാളുടെ കൂടെ ഇങ്ങനെ അയാളെ അനുഗമിച്ചിരുന്നു അയാളെ യാത്രയാക്കുന്ന സമയത്ത്. എന്നിട്ട് അയാൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഡോർ അയാൾക്ക് തുറന്നു കൊടുത്തിട്ട് അയാളോട് ഞാൻ ബൈ പറഞ്ഞിട്ട് വീണ്ടും വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ യാത്ര ആക്കിയത്. നിങ്ങൾ ആ ഒരു ദൃശ്യം നോക്കൂ. നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റ് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ പോകുമ്പോൾ അയാളുടെ കൂടെ നമ്മൾ വീടിൻ്റെ പടി കടന്ന് പുറത്തേക്ക് വരില്ലേ? അയാളുടെ കാറ് കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കാറിൻ്റെ അടുത്തേക്ക് വരെ നമ്മൾ പോവും. ചില മനുഷ്യരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കാറ് പാസ് ചെയ്ത് പോയാൽ അവർ ഒരു 4 സ്റ്റെപ്പും കൂടെ കാറിൻ്റെ പിന്നാലെ അങ്ങ് നടന്നിട്ടാണ് തിരിച്ചു പോരുക. അതൊരു വല്ലാത്ത ഒരു ഹൃദയസ്പർശിയായ ഒരു അനുഭവമല്ലേ? നമ്മൾ ബോധപൂർവം ചിന്തിച്ചും ആലോചിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ലല്ലോ, നമ്മളിൽ നിന്നങ്ങ് വന്നു പോകുന്ന സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനല്ലേ അത്. ഇതാണ് ഈ സെയിൽസ്മാൻ ഈ മനുഷ്യനോട് ചെയ്തത്. അയാൾ മനസ്സിലാക്കുന്നത് ഇത് കാരണത്താലായിരിക്കാം, ആ വന്ന മനുഷ്യൻ അനുഭവിച്ച അത്രയും ഊഷ്മളമായ ഒരു അനുഭവം കൊണ്ടായിരിക്കാം അയാൾ ഈ ഷോപ്പിനെ പറ്റി, ഇവിടുത്തെ പ്രൊഡക്റ്റിനെ പറ്റി, അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിനോടും പറഞ്ഞത്. ഓരോരുത്തരായിട്ട് ഇയാളുടെ കെയർ ഓഫിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. പൊതുവേ ഈ സെയിൽസിൻ്റെ പേര്, ട്രെയിനിങ്ങിൻ്റെ പേര് കാണുന്നത് അപ്സ്കില്ലിങ്, ക്രോസ് സെല്ലിംഗ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഈ ഗാർഡൻ ഓഫ് ദ ഹേർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെയിൽസിലേക്ക് അല്ലെങ്കിൽ സെയിൽസ് ടീമിനോ മാനേജേഴ്സിനോ ഒക്കെ ആ ഒരു ടൈറ്റിൽ എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഗാർഡൻ ഓഫ് ദ ഹാർട്ട് അല്ലേ? ആ വാക്കിന് അർത്ഥം എന്താണ്? ഹൃദയത്തിൻ്റെ തോട്ടം എന്നാണ്. ആ തോട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട് എത്ര കാലമായി? നമ്മൾ നമ്മളെ തന്നെ കണ്ടിട്ട് എത്ര കാലമായി? നമ്മളെ ഫീലിങ്സിനെ മനസ്സിലാക്കിയിട്ട് എത്ര കാലമായി? എത്രയോ നാളുകളായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ദിവസവും കുമിഞ്ഞുകൂടുന്ന പ്രയാസങ്ങളെ, വിഷമങ്ങളെ, നമ്മുടെ അമർഷങ്ങളെ ഒക്കെ നമ്മൾ കാണുകയും നമ്മളോട് തന്നെ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് നിൽക്കുകയും ചെയ്തിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഫ്രസ്ട്രേഷൻസ്, ഫീലിങ്സ്, ഇതൊക്കെ നമ്മളെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഒരു മനുഷ്യനെ നോക്കുന്ന സമയത്ത്
നമുക്ക് മുന്നേ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ആ മനുഷ്യനെ നോക്കുന്നത്. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരുടെ നോട്ടത്തിൽ പോലും ചെറിയൊരു പരുഷത നമുക്ക് കാണാൻ പറ്റുമല്ലോ. വേറെ ചില മനുഷ്യരെ അവരുടെ നോട്ടത്തിൽ പോലും ഒരു സൗമ്യതയും സ്നേഹവും വാംത്തും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമല്ലോ. ഡെഫിനറ്റ്ലി. എന്തുകൊണ്ട് അവരുടെ കണ്ണിൽ എങ്ങനെ ഈ വാംത്ത് ഉണ്ടാകുന്നു, അവരുടെ ശരീരത്തിൽ എങ്ങനെ ഈ വാംത്ത് ഉണ്ടാകുന്നു? ചില മനുഷ്യരുടെ നോട്ടത്തിലും അവരുടെ ഭാവത്തിലും അവരുടെ ശരീരത്തിലുമൊക്കെ ഈ ഗൗരവത്തിൻ്റെതായ അംശങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഫീലിങ്സും അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ ഇതൊക്കെ നമ്മളെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഗാർഡൻ ഓഫ് ദ ഹാർട്ടിൽ നടക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ കാണുക, നമ്മളെ അനുഭവങ്ങളെ മനസ്സിലാക്കുക, നമ്മൾ നമ്മളെ തന്നെ ചേർത്ത് പിടിക്കുക, സ്വന്തത്തെ തന്നെ തലോടുക, നമ്മുടെ കഥകൾ ഏറ്റവും ട്രസ്റ്റഡായ ഏറ്റവും സേഫായ മനുഷ്യരോട് പറയുക, നമ്മൾ നമ്മളെ തന്നെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ഒരു മഴ പെയ്ത് തോരുന്നത് പോലെ തോരുമ്പോൾ നമ്മൾ വെയ്റ്റ്ലെസ്സായ മനുഷ്യരായിട്ട് മാറുന്നു. നമ്മളെ സെർവ് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളെയും വിട്ടുകളയാനുള്ള ഒരു ധൈര്യം നമുക്ക് വരുന്നു. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റായി നമ്മളെ മുന്നിലുള്ള ലോകത്തെ കാണാൻ പറ്റുന്നു. മുമ്പൊക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അത്ര നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മുമ്പൊക്കെ നമ്മളെ സങ്കടപ്പെടുത്തിയിരുന്ന അനുഭവങ്ങൾ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ധൈര്യത്തോടെ കാണാൻ പറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. മുമ്പൊക്കെ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയ സ്നേഹം നമുക്ക് വളരെ സിമ്പിളായി നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ സിമ്പിളായി നോക്കിയാൽ മതി, നമുക്ക് മറ്റൊരു മനുഷ്യനെ പ്രശംസിക്കാൻ അഭിനന്ദിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണോ അല്ലയോ? ഒരാളിൽ നിന്നൊരു നന്മ കണ്ടു കഴിഞ്ഞാൽ ആ നന്മയെ അയാളോട് നോക്കി അയാളുടെ കണ്ണിൽ നോക്കി അത് പറയാൻ നമുക്ക് പറ്റാറുണ്ടോയെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. എന്തോ ഒരു കാര്യം നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കുന്നുണ്ടാവുമല്ലോ, അതിപ്പോൾ പറയണോ വേണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാ പറയുക, എങ്ങനെയാ അത് എക്സ്പ്രസ് ചെയ്യുക? സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ട്രെയിൻ ചെയ്യപ്പെട്ടവരല്ല നമ്മൾ. പലപ്പോഴും എക്സ്പ്രസ് ചെയ്യരുത് എന്നുള്ള നിലക്കുള്ള മെസ്സേജസാണ് നമുക്കൊക്കെ പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു സെയിൽസ്മാനെ ഈ നിലക്ക് നമ്മൾ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളെ നന്നായി കേൾക്കാൻ പറ്റുന്ന, ആളുകളോട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ആവശ്യത്തെ കണ്ടറിയാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് മാറുമ്പോൾ പെട്ടിയിൽ വരുന്ന ക്യാഷ് കൂടിക്കൊണ്ടേയിരിക്കും. ആളുകൾക്ക് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരാനുള്ള കാരണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സിലാണ്. നമ്മൾ ഷോപ്പിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, ഇൻറ്റീരിയർ നന്നാക്കിയിട്ടുണ്ട്, നമ്മളെ എന്താ പറയുക ഡിസ്പ്ലേ അതിഗംഭീരമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ ഡിസ്പ്ലേയും നമ്മുടെ ഇൻറ്റീരിയറും ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രതീതിയും നമ്മളെ സെയിൽസിന് നിർത്തിയിരിക്കുന്ന മനുഷ്യർ കൊടുക്കുന്ന എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണെങ്കിൽ, അവർ പരസ്പരം മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം? പൊതുവേ സെയിൽസ് ടീമിന് ഗംഭീര യൂണിഫോമൊക്കെ കൊടുക്കും, പക്ഷേ ഈ ഗംഭീര യൂണിഫോമിൻ്റെ ഉള്ളിലൊരു ആക്ടിങ് മാത്രമായിരിക്കും നടക്കുക. ഈ ആക്ടിങ്ങിനെ മനുഷ്യർ വേഗം തിരിച്ചറിയുന്നേ. നമുക്കൊരു അസ്വാഭാവികത, ഒരു അരോചകത്വം അങ്ങനെ ഫീൽ ചെയ്യുന്നേ. ഉള്ളിൽ നിന്ന് വരാത്തൊരു സംഗതിയെ നമുക്ക് അത്ര പെട്ടെന്ന് പലപ്പോഴും സെയിൽസ് നടക്കാത്തതും ഈ ആക്ടിങ് കാരണമായിരിക്കാം. അല്ലെങ്കിൽ വാങ്ങിക്കാൻ വരുന്ന ആളിൽ ഇത് ഫീൽ ചെയ്യുമ്പോൾ ഇവനെന്തോ ഒരു ഇതിനു വേണ്ടി നിൽക്കുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ആൾ തിരികെ പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചറിവായിരിക്കും ഗാർഡൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. ഫോർമാലിറ്റി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ വളരെ ഫോർമലായ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതിനർത്ഥം എന്താണ്? ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ ഫോർമൽ ആവുന്നത്? വൾണറബിൾ ആവാൻ കഴിയാത്തത് കൊണ്ടാണ്. അയാളുടെ ഹൃദയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കാൻ, അയാൾക്ക് അയാളുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അണിയുന്ന ഒരു പടച്ചട്ടയാണ് ഫോർമാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനോട് നമുക്ക് അത്ര സേഫായിട്ടുള്ള ഒരു അനുഭവം ഇല്ലാതാവുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മളെ മസിൽസൊക്കെ ടെൻസ്ഡ് ആവുകയും നമ്മൾ വളരെ റിജിഡ് ആവുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ ഫോർമലാവുന്നത്. അപ്പോൾ ഈ നിലക്ക് മനുഷ്യരെ സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ് ഗാർഡൻ ഓഫ് ദ ഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.